മമത ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി. ഉം. മോദിയാണ് ഏറ്റവും വലിയ നുഴഞ്ഞുകയറ്റക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദീദിക്ക് സത്യത്തിൽ ഭ്രാന്തായോ? അവര് ഒരു മാനസിക രോഗ വിദഗ്ധനെ അല്ലെങ്കിൽ വിദഗ്ധയെ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഈ സ്ത്രീ കഴിഞ്ഞ 10 വർഷത്തിലധികമായി സമനില തെറ്റിയ ഒരു വനിതയെ പോലെയാണ് പെരുമാറുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ പക്വതയോ അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി പെരുമാറുന്ന രീതിയിലൊന്നും അല്ല അവർ പെരുമാറുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് അസുഖം അവർക്ക്. അത് പരാജയ ഭീതി കൊണ്ട് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സ് ആണ്, അതിൻ്റെ മാനസിക നിലയാണത്. പ്രജിത അറിഞ്ഞില്ലേ, അവരുടെ ചീഫ് സെക്രട്ടറി, അതെ. പിന്നെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ, ഹെഡ് ക്വാർട്ടേഴ്സ് IG, പിന്നെ കൽക്കത്ത പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങി ഏതാണ്ട് 50ലധികം ഉദ്യോഗസ്ഥന്മാരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് മാറ്റാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഓർഡർ ഇട്ട് മാറ്റേണ്ടി വന്നു അവർക്ക്. അപ്പോൾ ഈ മമതാ ബാനർജി ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തെ അവർ പ്രൊമോട്ട് ചെയ്തത്, ഈ തസ്തികയിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു കാര്യവും അറിയാതെ അദ്ദേഹം ഇന്നേ വരെ വിവാദമായ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. മമതയുടെ എല്ലാ അസുഖത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉത്തരവിട്ടതും ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതും. ഇതിനു മുമ്പ് DGP ആയിരുന്ന രാജീവ് കുമാർ മമതാ ബാനർജിയുടെ ഒരു ഓശാന പാടുന്ന ആളായിരുന്നു. അയാൾ റിട്ടയർ ചെയ്ത ഉടനെ തന്നെ അയാളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ ചെയ്തു. അയാൾ MP ആണ് ഇപ്പോൾ. അതുപോലെ അവർ വാർത്താ അവതാരകയൊക്കെ ആയിരുന്നൊരു വനിതയുണ്ട്, ഭാസ്കർ ഘോഷിൻ്റെ മകൾ വന്നിട്ട് അവളെയൊക്കെ പിടിച്ച് രാജ്യസഭ മെമ്പറാക്കിയിട്ടുണ്ട്. ഈ അവർക്ക് പാർലമെൻറ്റേറിയൻ ആവാനും പാർലമെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് ഒന്നും യോഗ്യത വേണ്ട. മമത ഇപ്പം തമിഴ്നാട്ടിൽ സ്റ്റാലിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണവനെയൊക്കെ പിടിച്ച് പാർലമെൻറ്റ് മെമ്പറാക്കും. അവനോടൊപ്പം ആദ്യത്തെ ഓരോ പാർലമെൻറ്റ് മെമ്പറുടെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ തളപതി സ്റ്റാലിൻ അവർക്ക് അല്ലെ എന്ന് പറഞ്ഞിട്ടൊക്കെ തുടങ്ങുകയുള്ളൂ. പാർലമെൻറ്റിൽ പറയേണ്ട കാര്യമല്ല പറയണത്, സ്റ്റാലിൻ്റെ സ്തുതി പാടുക എന്നുള്ളതാണ് അവരുടെ ജോലി. അപ്പം അതിൻ്റെ വേറൊരു വേർഷനാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ മമത ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ വളരെ സില്ലിയായിട്ട് അതിനെ ഭ്രാന്തായോ എന്നൊക്കെ ഒരു തമാശ രൂപേണ പറഞ്ഞുവെങ്കിൽ പോലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട. മുതിർന്ന ഒരു നേതാവാണ് അവര്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു കരുതലൊക്കെ വേണ്ടേ? രാജ്യവിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? അവർ മാനസികമായിട്ട് വളർന്നിട്ടില്ല, മാനസികമായിട്ട് മുതിർന്നിട്ടില്ല. അവരുടെ പെരുമാറ്റം മുഴുവനും മാനസിക വൈകല്യം ബാധിച്ച ഒരു വനിതയുടെ പെരുമാറ്റമാണ്. ഈ പ്രധാനമന്ത്രി എന്നൊക്കെ നുഴഞ്ഞുകയറ്റക്കാരനാണെന്ന് അവർ വിശേഷിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇന്ത്യയിലെ എത്രയോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന MP ചേർന്നിട്ടാണ് അവരുടെ പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ പിന്നെ ഇവർക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഇവർക്ക് ആവാൻ പറ്റില്ല. കൽക്കത്തയ്ക്ക് പുറത്ത് ഇവർക്ക് എന്തെങ്കിലും അക്സെപ്റ്റൻസ് ഉണ്ടോ? അവർക്ക് സ്വീകാര്യതയുണ്ടോ? ഇല്ലല്ലോ. അവരെ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് പരമാവധി. പിന്നെ ഈ തൃണമൂൽ കോൺഗ്രസ്സിലെ കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാർ മുഴുവൻ ബംഗ്ലാദേശിൽ നിന്ന് ഇവിടേക്ക് അനധികൃതമായി കുടിയേറി പാർക്കുന്ന ആൾക്കാരാണ്. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ജയിക്കുന്നത് മുഴുവനും. അവരുടെ ഒരു MLA അടുത്ത് ഹുമയൂൺ കബീർ പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരു പാർട്ടി YCയുടേതാണെന്ന് തോന്നുന്നു. എന്തായാലും മറ്റൊരു പാർട്ടിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെ പുതിയൊരു ബാബറി പള്ളി പണിയുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഹുമയൂൺ കബീർ പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നതല്ല, മമത മാറിപ്പോയി എന്നാണ് പറയുന്നത്. മമത മാറിപ്പോയി എന്ന് പറയാനായിട്ട് അതിന് അതായത് ഇപ്പൊ പ്രവർത്തിക്കുന്നത് ഇവർക്ക് വേണ്ടിയല്ല, അങ്ങനെയുള്ള പലതരത്തിൽ മമതയ്ക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ ഈ ബംഗ്ലാദേശ് അഭയാർത്ഥികളെ കുറിച്ചോ റോഹിംഗ്യ മുസ്ലിംസിനെ കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഇവരെ എൻകറേജ് ചെയ്യുകയാണ്. അനധികൃത മുസ്ലിംസ് ഇവിടെ വന്ന് കുടിയേറി പാർത്ത്
അവരെ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേര് ചേർത്തത് കൊണ്ടാണ് SIRനെ അവർ നഖശികാന്ത് എതിർക്കുന്നത്. അവർ സുപ്രീം കോടതി പോയി എന്താ പറഞ്ഞത്? അവിടെ SIR പരിശോധിക്കാനായിട്ട് ജുഡീഷ്യൽ ഓഫീസർമാർ, ജില്ലാ ജഡ്ജിന് തുല്യമായ പദവിയിലുള്ള ആൾക്കാർ, ജില്ലാ ജഡ്ജ് അതല്ലെങ്കിൽ അതിന് തുല്യമായ പദവിയിലുള്ള ആൾക്കാർ വേണം പ്രിസൈഡ് ചെയ്യാനായിട്ട്, കംപ്ലൈൻസ് കേൾക്കാനായിട്ട് പ്രിസൈഡ് ചെയ്യേണ്ടത് അവർ തീരുമാനിക്കും എന്നുള്ളത്, അത് ഫൈനലായിരിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇവർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് മുഴുവൻ തിരികെ കയറ്റിയിട്ടുള്ള ആൾക്കാരെ ആ വോട്ട് കൊണ്ട് മാത്രമാണ് മമത ജയിച്ചു വരുന്നത്, ഇതുവരെ ജയിച്ചത്. അല്ലാണ്ട് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നുണ്ട് ബംഗാളിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളാണ്, ഇവരെ നിരന്തരം തെരഞ്ഞെടുക്കുന്ന ഒരു വിഡ്ഢികളാണ് ആ ജനങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. ബംഗാൾ ഒരു കാലത്ത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായിരുന്നു. ഇന്ന് ബംഗാൾ എന്ന് പറയുന്നത് വ്യവസായങ്ങളുടെ ഒരു ശവപ്പറമ്പായിട്ട് മാറ്റി ഈ മമതാ ബാനർജി വന്നു കഴിഞ്ഞിട്ട് ബംഗാളിൽ നിന്നും വ്യവസായികളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തിരിക്കുക, ഇവരുടെ ഈ പീഡനം സഹിക്കാൻ വയ്യാതെ. അപ്പം അങ്ങനെയുള്ള ഒരു വനിതയെ കുറിച്ചിട്ട് എന്താ പറയുക? അവരെക്കുറിച്ച് നല്ലതെന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അവർ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്നുള്ളത് ഈ അവർക്ക് തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുകയും അതിന് സാനിറ്റൈസ് ചെയ്യാന്നാ പറയുക, അനധികൃത പേരുകൾ നീക്കുക എന്ന് പറഞ്ഞതോടുകൂടി അവർക്ക് മനസ്സിലായി അവരുടെ ഇതുവരെയുള്ള കളികളൊന്നും നടക്കില്ല. അവിടെ വേറെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വളരാനായിട്ടുള്ള സാഹചര്യമില്ല. കാരണം അവിടെ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ പോയിട്ട് അവരെ ആക്രമിക്കും. ഇവിടെ നമ്മുടെ CPMന്റെ ആൾക്കാർ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി CPMൽ നിന്ന് പുറത്തു വന്ന സ്ഥാനാർത്ഥിയാണ്. അയാളുടെ പാർട്ടി ഓഫീസ് പൊളിച്ചുകൊണ്ട് പോക്കാൻ പറഞ്ഞു, അയാളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചുകൊണ്ട് പോക്കാളാൻ പറഞ്ഞു, അല്ലെ ഞങ്ങൾ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അയാൾ ഇന്നലെ നിർബന്ധിതനായി അത് പൊളിച്ചുകൊണ്ട് പോകാൻ. പിന്നെ അയാൾക്ക് പേടിയായത് കാരണം ഈ തുറന്നു പറയാനായിട്ട് അയാൾക്ക് ഭയമാണ്. അതുകൊണ്ട് അയാൾ ഒരു വളരെ ഒരു പ്രത്യേക പരിധിയിൽ നിന്നുകൊണ്ടാണ് അയാൾ സംസാരിച്ചത് മുഴുവനും. ഇതിൻ്റെ 100 ഇരട്ടി പണിയാണ് അവർ ചെയ്യണത് അവിടെ ബംഗാളിൽ ചെയ്യണത്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഈ ജയ് ശ്രീറാം എന്ന് വിളിച്ച ക്രിമിനൽ കുറ്റാണ് ബംഗാളിൽ. അത് മാത്രമല്ല, ഹിന്ദു സംസ്കാരത്തോട് അത്രത്തോളം വിരോധമുണ്ട് മമതയ്ക്ക്. എന്തോ ഹിന്ദു സംസ്കാരത്തോട് മമതയ്ക്ക് എത്രത്തോളം? അയ്യോ, അവരത് മുഴുവൻ ഹിന്ദുക്കളോടാണ് പ്രകടിപ്പിക്കുന്നത് മുഴുവനും. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ നാഗാലാൻഡിൽ വരെ ജയ് ശ്രീറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കുറ്റമല്ല, പക്ഷെ ബംഗാളിൽ കുറ്റമാണ്. അവിടെ ഇസ്ലാമിക് സമുദായത്തിൽപ്പെട്ട തീവ്രവാദികളെ മാത്രമാണ് അവർ രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവരുന്നത്. പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടോ, അവരുടെ ഒരു നിയമസഭാ അംഗമോ ഒരു മന്ത്രിയോ മറ്റേ വനിതകളെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ്. അയാളെ സംരക്ഷിച്ച് നിർത്തിയത് ഈ സ്ത്രീയാണ്. അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് അന്വേഷണത്തിന് ഒരാളെ ചോദ്യം ചെയ്യാനായിട്ട് പോയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുകാർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൻ്റെ പുറകെ ഈ സ്ത്രീ ഇവരുടെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് അവരുടെ പ്രവർത്തികളെ മുഴുവനും അവരുടെ ജോലി മുഴുവൻ തടസ്സപ്പെടുത്തിയ സ്ത്രീയാണ്. സുപ്രീം കോടതി അവർക്കെതിരെ അടുത്ത കാലത്ത് ഭയങ്കര നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അൺയൂഷ്വൽ അൺക്യാരക്ടറിസ്റ്റിക് ആൻഡ് സംഭവമാണ്, ഇത് ഇനിയും ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പുള്ളത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെരുമാറ്റം തടയാൻ വേണ്ടി നമുക്കൊരു സംവിധാനം വേണ്ടതാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും പരിശോധിക്കാം, എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാം. അവർ അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, പ്രസ്ഥാനമാണ്. അവർ കുറ്റം ചെയ്യാത്തവരൊന്നും ആരെ ഉപദ്രവിച്ചതായിട്ട് ചരിത്രമില്ല. ഇവർക്കൊരു പേരുണ്ട്, പ്രതിപക്ഷത്തെ നേതാവാണ്, അതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണത് എന്നാണ് പറയുന്നത്. ഇതുവരെ ED ചോദ്യം ചെയ്തിട്ടുള്ള ഇവരുടെ പാർട്ടിക്കാരും നേതാക്കന്മാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് അതിൻ്റെ പുറത്താണ് ഇത് തടയാനായിട്ട് അവർ ശ്രമിക്കുന്നത് മുഴുവൻ.